Hello everyone, welcome to Silent Learning. It's me Jamshad. Today we are going to learn about പ്രൊഫൈൽ റൈറ്റിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രൊഫൈൽ റൈറ്റിംഗ് ഭയങ്കര ഈസി ആണെന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിന്റെ കംപ്ലീറ്റ് മാർക്ക് ആക്ച്വലി 5 മാർക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊരു അറിയാത്ത ആൾക്കും തീരെ ഒരു എന്താ പറയാ വളരെ മീഡിയം ലെവലാണെങ്കിലും വളരെ ലോ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഫുൾ മാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഡിസ്കോഴ്സ്. നോക്കാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ എന്താണ് അതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ടു റൈറ്റ് എ പ്രൊഫൈൽ. ഒരു പ്രൊഫൈൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാം. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സൈലം ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ കണ്ട ഹൗ ടു റൈറ്റ് എ പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു സ്ലൈഡ് കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഇപ്പൊ ഒരു പ്രൊഫൈൽ എഴുതുക. ഡോണ്ട് വറി, വൈ ഫിയർ വെൻ സൈലം ഈസ് ഹിയർ. ഓക്കെ, നമ്മളിതാ ഈസി ആയിട്ട് സെറ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കുക. അതുപോലെ തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഓൺലി ആഫ്റ്റർ വാച്ചിങ് ദിസ്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലായെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ ഒക്കെ ഉണ്ടാവുന്നതാണ്. നെയിം ഓഫ് എ പേഴ്സൺ, പിന്നെ പേരില്ലാതെ ആരെങ്കിലും പ്രൊഫൈൽ എഴുതും. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ഡെഫിനറ്റ്ലി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെത്തിന്റെ ആ ഒരു ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലവും ഉണ്ടാവും. ഓക്കെ, ആൻഡ് നെയിം ഓഫ് പാരന്റ്സ്, അത് മിക്കതിലും ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഏതായാലും നമ്മൾ പറയുന്നുണ്ട്, ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. ആൻഡ് എഡ്യൂക്കേഷൻ, ഡെഫിനറ്റ്ലി ഏതുവരെ പഠിച്ചു, എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. നെക്സ്റ്റ്, ബുക്സ് ആൻഡ് വർക്ക്സ്, അദ്ദേഹത്തിന് എന്തൊക്കെ ബുക്കാണ് എഴുതിയിട്ടുള്ളത്, എന്താണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്, കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അവാർഡ്സ്, ഡെഫിനറ്റ്ലി അവാർഡുകൾ, ഒരു ഫേമസ് ആയിട്ടുള്ള ഡെഫിനറ്റ്ലി ഇതുപോലെ നമ്മൾ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്തെങ്കിലും അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും, അതും അതിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ട്രാക്ക് ചെയ്യും, എങ്ങനെ ടാക്കിൾ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിൽ സംഭവം നമ്മൾ ഈസി ആയിട്ട് ഒരു സംഭവം എഴുതാറുണ്ടെങ്കിലും ഈ സംഭവം ഒരു സെന്റൻസ് ആക്കി മാറ്റിയാൽ മതിയെങ്കിലും അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, 5 മാർക്ക് ഈസി ആയിട്ട് കിട്ടും, ആർക്ക് വേണമെങ്കിലും കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നെയിം ഓഫ് എ പേഴ്സൺ. നെയിം ഓഫ് എ പേഴ്സൺ നമ്മൾ എവിടെ എഴുതേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, സപ്പോസ് ഇതൊരു APJ അബ്ദുൽ കലാമിന്റെ എന്താണ് പ്രൊഫൈൽ റൈറ്റിംഗ് ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഗൈസ് ഹാവ് ടു റൈറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം ആസ് ഹെഡിങ്, ആസ് എ ബോർഡ്, ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ബോർഡ് ആക്കി അങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കുക? അടിയൊരു അണ്ടർലൈൻ കൊടുക്കുക. Then name of a person is completed. ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് വൺ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നതാ 2 തരത്തിൽ യൂസ് ചെയ്യാം. വാസ് ബോൺ ഇൻ ആണോ ഓൺ ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടോ? ഈസി ആയിട്ട് നമ്മൾ സെറ്റ് ആക്കി തരാം. ഡോണ്ട് വറി, നിങ്ങൾ ഇത് കണ്ട് പേടിക്കേണ്ട. സൈക്കിൾ ഞാൻ പറഞ്ഞില്ലേ, സൈക്കിൾ അവിടെ ഉണ്ട്. ഡോണ്ട് വറി. ഡേറ്റ് ഓഫ് ബർത്ത് സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ 15th October 1931, നമ്മളെ APJ അബ്ദുൽ കലാമിന്റെതാണ് കേട്ടോ. ഓക്കെ, 15th October 1931 എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വർഷം മാത്രമല്ല മാസവും അതുപോലെ തന്നെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു യൂസ് ഓൺ. ഹി വാസ് ബോൺ ഓൺ 15th October 1931 എന്നാണ് കൊടുക്കുക. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ്? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തത് കൊണ്ട് ഓൺ കൊടുക്കുന്നു. അപ്പൊ ഓൺ എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ വർഷം മാത്രമാണ് ഓപ്ഷനിൽ കൊടുത്തതെങ്കിൽ ലൈക്ക് ദിസ് വൺ, ഡേറ്റ് ഓഫ് ബർത്ത് 1931 അദ്ദേഹം ജനിച്ചത് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ഹാവ് ടു യൂസ് ഇൻ. ഹി വാസ് ബോൺ ഇൻ, ഹി ആവട്ടെ ഷി ആവട്ടെ, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. വാസ് ബോൺ ഇൻ എന്ന് കൊടുക്കണം, ഇൻ 1931 എന്ന് കൊടുക്കണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ ഓക്കെ, അപ്പൊ വാസ് ബോൺ ഇന്നും ബോൺ ഇന്നും ഓക്കെ ആയല്ലോ, അത് മറക്കൂലല്ലോ. ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ, സെക്കൻഡ് വൺ, അതാ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ, എന്റെ സ്വന്തം പേര് വെച്ചൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും എന്ത്? ജംഷാദ്. നിങ്ങളുടെ മൈൻഡിൽ ഒരു എക്സാമ്പിൾ എഴുതി നോക്കട്ടോ. ജംഷാദ് വാസ് ബോൺ എന്തായിരിക്കും? ബോൺ ഓൺ എന്നായിരിക്കും. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് തരുന്ന സമയത്ത് കൊടുക്കുക. ബോൺ ഓൺ 25th February 1996. അപ്പൊ ഏകദേശം ഇതിന്റെ വയസ്സും കാര്യങ്ങളൊക്കെ ഗസ് ചെയ്തിട്ടുണ്ടാകും. പാടുക. ദെൻ ഇനി ഇത് മാത്രമാണ് കൊടുത്തിരുന്നെങ്കിലോ? ജംഷാദ് വാസ് ബോൺ ഇൻ 1996. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എഴുതുന്നതിന് മുമ്പ് മൈൻഡിലേക്ക് വന്നില്ലേ? അത്രേ ഉള്ളൂ. സംഭവം ഈസിയാണ്. ഓണ് കൊടുത്ത ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓണ്, വെറും വർഷം മാത്രമാണെങ്കിൽ ഇൻ. ദാറ്റ്സ് ഓൾ. ഈസി ബീസി അല്ലേ? ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. പ്ലേസ് ഓഫ് ബർത്ത്.
ആ പ്ലേസ് ഓഫ് ബർത്ത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അറ്റ് ചെറുതാക്കിയും ഇന്ന് വലുതാക്കിയും കൊടുത്തത്. ഇന്ന് എന്ന് പറയുമ്പോൾ വലുത്, അറ്റ് എന്ന് പറയുമ്പോൾ ചെറുത്. ഈ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു തിയറി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സപ്പോസ് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയണം, ഈസി ആയിട്ട് ആ ഒരു എക്സാമ്പിളോട് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ അറ്റും ഈ ഒരു പിക്ചർ മൈൻഡിൽ ഉണ്ടാവണേ. അറ്റ് കുഞ്ഞു, ഓക്കെ, ഇന്ന് വലുത്. ഓക്കെ, ഈസി ആയിട്ട് ജംഷാദ്, ഞാൻ എന്നെ തന്നെ പറ്റി പറയാണ്. ജംഷാദ് വാസ് ബോൺ ഇൻ കേരള. കേരള എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്തിനെ പറ്റി മാത്രം പറയുന്ന സമയത്ത് ഇൻ കേരള എന്ന് പറയുന്നു. ദാറ്റ്സ് ഓൾ, ഈസി. ഒരു സ്ഥലത്തിൽ പറയുന്ന സമയത്ത് ഇന്ന് പറയുന്നു. പക്ഷെ അവിടെ രണ്ട് സ്ഥലമുണ്ട്. രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ ചെറിയ സ്ഥലം, നമ്മൾ ഇത് യൂസ് ചെയ്തതുപോലെ ഏതാണോ ചെറിയ സ്ഥലം അവിടെ അറ്റും, ഏതാണോ വലിയ സ്ഥലം അത് ഇന്നും കൊടുക്കുക. ഡെഫിനറ്റ്ലി ഇവിടെ കാലിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ജംഷാദ് വാസ് ബോൺ അറ്റ് കാലിക്കറ്റ് എന്ന് കൊടുക്കണം. അറ്റ് എന്താ, കേരളത്തെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് കാലിക്കറ്റ് ചെറുതല്ലേ? ഓക്കെ, ദെൻ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളം ചെറുതല്ലേ? അതുപോലെ അറ്റ് കാലിക്കറ്റ്, ഇൻ കേരള. ഇനി അറ്റും ഇന്നും തെറ്റോ? ഈ പിക്ചർ മൈൻഡിൽ ഉണ്ടാവുകയെ? അത്രേ ഉള്ളൂ. പ്ലേസ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക, അറ്റ് കാലിക്കറ്റ് ഇൻ കേരള. എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് വന്നതാ. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് ബർത്ത് 15 ഒക്ടോബർ 1931, രാമേശ്വരം, തമിഴ്നാട്. ഈസി ആയിട്ട് മനസ്സിലാകും. രാമേശ്വരം എന്നുള്ളത് ചെറുതാണ്, അറ്റാണ്. തമിഴ്നാട് എന്നുള്ളത് എന്താണ്, വലുതാണ്, ഇന്നാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ പറയാൻ കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു. 15 ഒക്ടോബർ 1931 എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ് രാമേശ്വരം കുഞ്ഞും, ആൻഡ് ഇൻ തമിഴ്നാട് വലുതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ക്വൈറ്റ് നാച്ചുറൽ. ഇത് മറക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് മൈൻഡിൽ നിന്ന് പോകരുത്, ഉണ്ടാവണം എന്നുള്ളതാണ്. ഈസിയാണ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ. ഓക്കെ, അതിന് മുമ്പ് ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ, തിരിച്ചുള്ള ഒരു എക്സാമ്പിൾ വേണ്ടേ? ബർത്ത്, ഓക്കെ, 1931. അതുപോലെ തന്നെ തമിഴ്നാട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വർഷം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ചേർക്കണം. അതുപോലെ തന്നെ തമിഴ്നാട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഒരൊറ്റ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും എന്ത് ചേർക്കണം? ഇൻ. ഇവിടെ രണ്ട് ഇന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ഒരു ഇന്ന് നമ്മൾ ഓൾറെഡി കൊടുത്തു, ഇപ്പൊ അടുത്തത് ഓണൊക്കെ കൊടുത്താലോ എന്നുള്ളൊരു മെന്റാലിറ്റി വരും. പാടില്ല. 5 മാർക്കിൽ അരമാർക്കെങ്കിലും കുറഞ്ഞു പോകും. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ഇത് മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഈ ഒരു പിക്ചർ ആണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ട്. ചെറുത് ഇന്ന് വലുത്. ദാറ്റ്സ് ഓൾ പ്ലേസിൽ കേട്ടോ. ഇനി നമുക്ക് പറയാനുള്ളത് ഫോർത്ത് വൺ ആണ്, നെയിം ഓഫ് പാരന്റ്സ്. ഇനി പാരന്റ്സിന്റെ പേര് എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹിസ് പാരന്റ്സ് ആർ അല്ലെങ്കിൽ വെർ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരാൻ ചാൻസ് ഉള്ളൂ. അത് എപ്പോഴാണ്, എങ്ങനെയാണ് വരാനുള്ളത് പറഞ്ഞു തരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആറും വേറും യൂസ് ചെയ്യും. പക്ഷേ ട്രിക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഇതാണ് സംഭവം. ഇഫ് ദേ ആർ പാസ്ഡ് അവേ, ഈ പറയുന്ന ആളുടെ, ഈ നമ്മൾ പ്രൊഫൈൽ എഴുതാൻ പോകുന്ന ആളുടെ പാരന്റ്സ് മരിച്ചു പോയവരാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. ഓക്കെ, എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. ഇനി അവർ ജീവനോടെ ഉള്ള ആളാണെങ്കിലോ ആറ് യൂസ് ചെയ്യാം. നമ്മൾ ഇപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ്. അപ്പൊ ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിയമ്മ ആക്ച്വലി they were passed away. അവർ മരിച്ചു പോയവരാണ്. ഹിസ് പാരന്റ്സ് were. എന്തുകൊണ്ട് നമ്മൾ വേറെ യൂസ് ചെയ്തു? എന്തുകൊണ്ടാ? അവര് മരിച്ചു പോയിട്ടുണ്ട്. They are not living at this moment. ഈ ഒരു മൊമെന്റിൽ അവർ ജീവനോടെ ഇല്ല. അതുകൊണ്ട് വേറെ എന്ന് എഴുതണം. ഓക്കെ, ഹിസ് പാരന്റ്സ് were ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിയമ്മ. ഇനി അവർ ജീവനോടെ ഉള്ള ആളാണെങ്കിൽ എങ്ങനെ എഴുതുമായിരുന്നു? ഹിസ് പാരന്റ്സ് ആർ ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിയമ്മ എന്ന് എഴുതുമായിരുന്നു. ഇനി ജീവനോടെയുള്ള ആളാണോ അല്ലേ എന്ന് എന്താക്കുക, നോക്കിയിട്ട് അറിയുന്ന കാര്യങ്ങൾ അതുപോലെ എന്താക്കുക എഴുതിയ. ഇൻ കേസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറെ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ആറ് എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫിഫ്ത് വൺ, എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ പറയുന്ന സമയത്ത് ഈ ഒരു ഫോർമുല നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഈ കംപ്ലീറ്റഡ് ഡാഷ് ഫ്രം ഡാഷ് ഇൻ ഡാഷ്. ഇവിടെ ഏതാണോ ഡിഗ്രി അത് എഴുതുക. എന്താണോ അദ്ദേഹം എഡ്യൂക്കേഷനലി കംപ്ലീറ്റ് ആയത് അത് എഴുതുക. ഏത് കോളേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സ്കൂളിൽ നിന്നാണ് എന്നുള്ളത് ഇവിടെയും എഴുതുക. ഏത് വർഷത്തിലാണെന്നുള്ളത് ഇവിടെയും എഴുതുക. സ്കൂൾ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ മൈൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും പറയാണ്. ദെൻ ഒരു എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് സെന്റ് ജോസഫ് സ്കൂൾ തിരുച്ചിറപ്പള്ളി 1954. ഓക്കെ, ഇതെങ്ങനെ എഴുതുന്നുള്ളത് നമ്മൾ അടി കൊടുത്തിട്ടുണ്ട്. ഹി കംപ്ലീറ്റഡ്, ഈ സംഭവം വന്നില്ലേ? ഹി കംപ്ലീറ്റഡ് വന്നു. ഹിസ് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് അവിടെ വന്നു ചേർത്ത് കൊടുത്തു. ഫ്രം എവിടെന്നാ? സെന്റ് ജോസഫ് കോളേജ് തിരുച്ചിറപ്പള്ളി
എവിടെ ഇന്ന് കൊടുത്തു, ഇന്ന് കൊടുത്തിട്ട് ആ വർഷം കൊടുക്കുക. കൂളാണ്, വളരെ ഈസിയാണ്. ട്രിക്ക് ഓർമ്മ വേണം. ഈ ഒരു ബോക്സ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം, നിർബന്ധമാണ്. ഓക്കെ, അഞ്ചാമത്തവും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഏതാ നോക്കാം. 6th one ബുക്സ് വർക്ക്സ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്സ് വർക്ക്സുകളൊക്കെ അങ്ങനെ വരികയാണെങ്കിൽ ഹിസ് ഫേമസ് വർക്ക്സ് ആർ എന്ന് വെച്ച് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ ഗേൾ ആണെങ്കിൽ അല്ലെങ്കിൽ വുമൻ ആണെങ്കിൽ എന്ത് കൊടുക്കുക, ഹർ ഫേമസ് വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് എന്താണോ അത് വെച്ച് കൊടുക്കാം. ഈസിയാണ്. വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നുള്ളതാണ് അവരുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക്. ഓക്കെ, ഹിസ് ഫേമസ് വർക്ക്സ് ആർ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020 ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ദാറ്റ്സ് ഓൾ. ഫസ്റ്റ് ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഫസ്റ്റ് ഒക്കെ ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റേക്ക് വരുന്ന സമയത്ത് ഓക്കെ വിങ്സ് ഓഫ് ഫയർ, ഇന്ത്യ 2020 ആൻഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ലാസ്റ്റത്തേന് ഒത്തുമ്പോ ആൻഡ് കൊടുക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കൂടുതൽ ചെയ്തിരിക്കുന്ന ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ദാറ്റ്സ് ഓൾ. അവാർഡ് ആണ് ഇനി പറയാൻ പോകുന്നത്. അവാർഡിന് ഒരു സ്പെഷ്യൽ ഫ്രേസ് ഉണ്ട്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് എന്നൊന്നും കൊടുക്കുക. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ഡാഷ് 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 ഡാഷ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, അവാർഡും കൂടി ചെയ്യാൻ പറ്റും. പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1981, ഭാരത് രത്ന കിട്ടിയിട്ടുണ്ട് 1997, പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1990. ഓക്കെ, ഇതെങ്ങനെ എഴുതാൻ നോക്കാം. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് എന്നുള്ള മെയിൻ കോട്ടിംഗ് ഫസ്റ്റ് അങ്ങോട്ട് കൊടുക്കുക. Then including പത്മഭൂഷൺ. ഓക്കെ, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് in 1981. ആ ഇന്ന് 1981 ഒരു ഇയർ മാത്രം കൊടുക്കുന്ന സമയത്ത് ഇന്ന് വരണം എന്ന് ഓൾറെഡി തിയറി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു തിയറി വെച്ചിട്ട് അവിടെ ഇന്ന് കൊടുത്താൽ മതി. ഭാരത് രത്ന ഇൻ, പത്മവിഭൂഷൺ ഇൻ, വർഷം മാത്രമേ കൊടുത്തുള്ളൂ, ഇൻ കൊടുക്കണം. ദാറ്റ്സ് ഓൾ, പഠിച്ചു. നെക്സ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആണ് ഡെത്ത് കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, അത് ആ ഒരു സെയിം സംഭവം തന്നെ. ഡൈഡ് ഓണെന്നും പറയും, ഡൈഡ് ഇന്നും പറയും. എപ്പോ അത് നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിന്റെ ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ മനസ്സിലാക്കാം. ഒരു വർഷം മാത്രമാണ് കൊടുത്തതെങ്കിൽ ഇന്ന്, വർഷം മാത്രമല്ല ഡേറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓണ് അല്ലെ. ഇവിടെ വർഷം മാത്രമേ കൊടുത്തുള്ളൂ, അപ്പൊ ഇന്ന്. ഇവിടെയും വർഷം മാത്രം ഇന്ന്. വർഷം മാത്രമല്ല ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആക്ച്വലി മന്ത് കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓണ്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? അത്രേ സംഭവമുള്ളൂ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൈഡ് 27 ജൂലൈ 2015 ഷില്ലോങ് മേഘാലയ, അവിടെയാണ് മരിച്ചിട്ടുള്ളത്. ഹി ഡൈഡ് ഓൺ 27 ജൂലൈ 2015 അറ്റ് ഷില്ലിംഗ് ഇൻ മേഘാലയ. ഇങ്ങനെ കൊടുത്തു, ഓൺ ഡേറ്റ് കൊടുത്തു, അറ്റ്. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം എന്താ, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലുണ്ടാകും. ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റും, വലിയ സ്ഥലമാണെങ്കിൽ മേഘാലയ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ലേ, അതിന്റെ ഉള്ളിലുള്ള സ്ഥലമാണല്ലോ ഷില്ലോങ്. അപ്പൊ അറ്റ് ചെറുത് സ്ഥലത്തും ഇന്ന് വലിയ സ്ഥലത്തും കൊടുക്കണം എന്നുള്ള ഒരു പിക്ചർ മൈൻഡിലേക്ക് വന്നില്ലേ? ഓക്കെ അല്ലേ? അത് തന്നെ. കൂടാതെ നമുക്ക് ഡൈഡ് മാത്രം കൊടുക്കേണ്ട ആവശ്യമില്ല, പാസ്ഡ് അവേ എന്നുള്ള ഒരു വെറൈറ്റി ഓഫ് ഫ്രേസും കൊടുക്കാം. അതുപോലെ കുറച്ചുകൂടി ഇതൊരു സ്റ്റാൻഡേർഡ് ലെവലാണ്. ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വേറെയും ലാംഗ്വേജ് കിട്ടുകയാണെങ്കിൽ, വേറെയും വേർഡ്സ് കിട്ടുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്താക്കാം, കൂടുതൽ എന്താക്കാം, അല്ലാത്ത ഫ്രേസുകളും യൂസ് ചെയ്യാം. ഇനി ഒരൊറ്റ എക്സാമ്പിൾ കൂടി കണ്ടിട്ട് ആ ഒരു എക്സാമ്പിൾ കൂടി ട്രൈ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? The following information, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. The following information is about the famous person Dr. APJ Abdul Kalam. Prepare a profile of him. 5 മാർക്കിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലേ ആ 5 മാർക്ക് ഇങ്ങനെ പോക്കറ്റിലാക്കാൻ പറ്റിയ സിമ്പിൾ ഐഡിയ നമ്മൾ പഠിച്ചില്ലേ? ഇനി അതിന്റെ എക്സാമ്പിൾ കൂടി നോക്കാം. ബർത്ത് കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്, വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്, ഡെത്ത് കൊടുത്തിട്ടുണ്ട്, പാരന്റ്സിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. അത് എഴുതണമെന്നില്ല, അറിയെങ്കിൽ എഴുതിയും വെച്ചോ. That's all. ഇവിടെ കൊടുത്തോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അല്ലേ, നോക്കിയാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഹെഡിങ് കൊടുത്തു, വേണമെങ്കിൽ ഒരു കള്ളിയൊക്കെ വരയ്ക്കും കേട്ടോ. നേരത്തെ പോലെ എന്താക്കുക, വേണമെങ്കിൽ ഇതാ അടിയിൽ ഇങ്ങനെ ഒരു വരയൊക്കെ വരച്ചിട്ട് സെറ്റ് ആക്കി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ പിന്നീട് ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ. ഫസ്റ്റ് പോയിന്റ് ഓൺ എന്നാ കൊടുത്തത്, കാരണം എന്താ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അറ്റ് രാമേശ്വരം. ഓക്കെ, അറ്റ് രാമേശ്വരം. രാമേശ്വരം കുഞ്ഞാണ്. ഇൻ തമിഴ്നാട് വലുതാണ്. ഹിസ് പാരന്റ്സ് വേറെ കൊടുക്കാൻ കാരണം എന്താ, അവര് മരിച്ചു പോയിട്ടുണ്ട്. ജൈനുൽ ആബ്ദീൻ ആൻഡ് ആഷിമ. ഹി കംപ്ലീറ്റഡ് ഹിസ് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം സെന്റ് ജോസഫ്സ് കോളേജ് തിരുച്ചിറപ്പള്ളി ഇൻ 1954. കാരണം എന്താ, ഇന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ, അതിൽ ഡേറ്റ് മാത്രം, ആക്ച്വലി വർഷം മാത്രമേ കൊടുത്തുള്ളൂ, ഡേറ്റ് കൊടുത്തിട്ടില്ല. ആൻഡ് ഹി കംപ്ലീറ്റഡ് ഹിസ് മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇൻ ഹിസ് ഓക്കെ, അതിൽ ഇന്ന് കൊടുത്തിട്ടില്ല. ഹിസ് ഫേമസ് വാസ് ദ വിങ്സ് ഓഫ് ഫയർ. ഇവിടെ ആ ഒരു വർഷം വിട്ടുപോയിട്ടുണ്ടോ? ഐ എം റിയലി സോറി. വരവ് ആ ഒരു വർഷം കൊടുത്തത് വർഷം മാത്രമാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണ് ഇന്ന് കൊടുത്തുള്ളത്. ഹിസ് ഫേമസ് വാസ് വിങ്സ് ഓഫ് ഫയർ ഉണ്ട്, ഇന്ത്യ 2020 ഉണ്ട്, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എക്സെട്ര ഒക്കെ ഉണ്ട്. ഹി റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ആ ഒരു ഫ്രേസ്
He received many awards, including അതും കൊടുക്കുക പത്മഭൂഷൺ in 1981. ഇന്ന് കൊടുക്കേണ്ട ആവശ്യം റിപ്പീറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. You guys know everybody well. പത്മഭൂഷൺ in 1990 and Bharat Ratna in 1997. He died on 20. Died on. അവിടെ ഓൺ കൊടുക്കാൻ കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ വർഷം മാസം അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഓൺ കൊടുക്കുക. Achilong in Meghalaya. നമ്മൾ ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് കുഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് വെൽ. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ഇങ്ങനെ കണ്ടുപോയത് കൊണ്ട് മാത്രം കാര്യമില്ല, എഴുതുകയും കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുകയുള്ളൂ, മനസ്സിലാവുകയുള്ളൂ. എഴുതി പഠിക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എന്താക്കാം, ഒന്നുമില്ല, ഇത് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തിട്ട് ഈ ഒരു ഹിൻസ് തന്നെ എടുത്ത് നിങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ ബെറ്റർ. ഓക്കെ, അതിനുശേഷം അറിയാത്തൊരു പ്രൊഫൈൽ എടുക്കുക, എന്നിട്ട് എന്താക്കാം, എഴുതാവുന്നതാണ്. ഓക്കെ, ഒരു ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുപോലെ ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ആവശ്യമുണ്ടാകും എന്ന് കരുതുന്ന ഗ്രൂപ്പിലേക്കും ആൾക്കാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നേരത്തെ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊരു ഡിസ്കോഴ്സ് ആണ് ഇതുപോലെ ഡിസ്ക്രൈബ് വളരെ വാസ്റ്റ് ആയിട്ട് വളരെ അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരേണ്ടത് എന്നുള്ള കാര്യവും എന്താക്കുക, ഇവിടെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. That's all for today. Let's see in another class. Let's see in another video with another discourse. Until then, it's bye. Thank you. It's me, Jamshad.